ഷേരു ഒരു മണ്ടനാണെന്ന ഷേരുവിന് തന്നെ ഒരു തോന്നലുണ്ട്. അത് താൻ വേണം മാറ്റിയെടുക്കാൻ, കേട്ടല്ലോ. ശരി ശരി ഷേരുവിന്റെ അമ്മാവ. ഷേരുവിനേക്കാൾ മണ്ടന്മാർ ഈ കാട്ടിലുണ്ട് എന്ന് ഷേരുവിനെ മനസ്സിലായാൽ മതി. അപ്പോൾ ഷേരുവിന്റെ ആത്മവിശ്വാസം കൂടും. ഞാൻ ശരിയാക്കാം അമ്മാവ. ആനച്ചേട്ടൻ ഇവിടെ നിൽക്കാമോ? എന്നിട്ട് വാൾ ആ തുളയിലൂടെ അപ്പുറത്തിടണം. ആ, ഇനി താൻ ആനച്ചേട്ടന്റെ വാളിൽ പിടിച്ച് തൂങ്ങണം. തൂങ്ങി മതി. ഇനി ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം. ഒരു വലിയ പ്രശ്നമുണ്ട്, നിങ്ങൾ പരിഹരിച്ചു തരണം. ദാ കണ്ടില്ലേ, ഇവരെ രക്ഷപ്പെടുത്താൻ എന്താ വഴി? ആദ്യം ചൂനൻ കഴുത പറ. ഈസി അല്ലേ? ആനച്ചേട്ടന്റെ വാൾ മുറിച്ചാൽ രണ്ടുപേർക്ക് മൂരിപ്പോരാ. ആഹാ മണ്ടൻ. ആഹാ, താൻ കേട്ടില്ല ശരി ഈ മണ്ടത്തരം. വേറെ വഴി ഞാൻ പറയാം. മരം പിഴുതെടുത്താൽ മതി. ആഹാ മരമണ്ടൻ, താൻ കേട്ടില്ലേ? ഇവരൊക്കെ തന്നേക്കാ മണ്ടന്മാരാ. ആഹാ ശരിയാ മണ്ടന്മാരാ. ഹൗ, ഷേരുവിന് ആത്മവിശ്വാസം വന്നു. പക്ഷേ ഞാൻ അതല്ല ആലോചിക്കുന്നത്. ആനച്ചേട്ടൻ ഈസിയായി തുളയിലൂടെ ഇപ്പുറത്ത് വന്നു. എന്നിട്ടും വാലും എലിയും എങ്ങനെ അപ്പുറത്ത് കുടുങ്ങി? ഒരു ദിവസം രാത്രി കാട്ടിൽ. എന്തമ്മേ, ഭൂതം. ഇത് ഞാനാണോ സൂത്രൻ? ഈ സൂത്രം വഴിയിൽ കിടന്ന് കിട്ടിയതാ. ദേ, ഇവിടെ നിൽക്കിയാൽ വെളിച്ചം വരും. കൊള്ളാമല്ലോ. ഇതുകൊണ്ടേ ഒരു സൂത്രമുണ്ട്. തനിക്ക് സിംഹത്തിന്റെ ഇറച്ചി തിന്നണോ? അയ്യോ, ആ സടയനിപ്പം നല്ല ഉറക്കമാവും. താൻ ചെന്ന ഈ വെളിച്ചം അവന്റെ മുഖത്തടിക്കണം. അതോടെ അവൻ പേടിച്ച് ബോധം കെടും. ഇല്ലെങ്കിലോ, ബോധം പോയില്ലെങ്കിൽ അവൻ അലറും. അപ്പൊ താൻ ഇതുകൊണ്ട് അവന്റെ തലക്കടിക്കണം. ഡിം. മനസ്സിലായല്ലോ? ആദ്യം വെളിച്ചം മുഖത്തടിക്കണം. അവൻ അലറിയാൽ തലക്കടിക്കണം. അത് തന്നെ. എന്നാൽ വാ. വെളിച്ചം അടിക്കണം, അലറിയാൽ തലക്കടിക്കണം. ദാ സ്ഥലമെത്തി, അകത്തേക്ക് ചെല്ല. അലറിയാൽ തലക്കടിക്കണം. പണി പറ്റിയെന്ന് തോന്നുന്നു. ഓടിക്കോ സൂത്ര. ഹമ്പടാ, നിന്നെ ഞാൻ. ആ ദ്രോഹി ആദ്യമേ അലറി. ഞാൻ തലക്കടിച്ചു. പിന്നെ ഈ കുന്ത്രാണ്ടൻ കത്തുന്നില്ല സൂത്ര. അജഗജൻ വരുന്നു. കൂടെ അജഗജന്റെ ചേട്ടനുമുണ്ട്. വന്യമൃഗങ്ങൾ മാന്യന്മാരാണെന്നറിഞ്ഞ ധന്യവാനാകാനാണ് ഈ അന്യൻ ശൂന്യതയിൽ നിന്ന് വന്നത്. ചേട്ടൻ ഞങ്ങളെയൊക്കെ കാണാൻ വന്നതാണ് എന്നർത്ഥം. എന്താ ചേട്ടന്റെ പേര്? ഓ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ പേര് പറയാൻ മറന്നു. എന്റെ പേര് അജമാംസൻ. ഹാവു, ആശ്വാസം. ഇങ്ങേര് സംസാരിക്കുന്ന അജഗജനെ പോലെ അല്ല. എന്നോട് ക്ഷമിക്കൂ, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ചേട്ടൻ അജഗജനെ പോലെ അല്ല എന്ന് പറയുകയായിരുന്നു. എന്നോട് ക്ഷമിക്കൂ, അജഗജൻ ഇടയ്ക്കിടെ ഇവിടെ വരുന്നത് ശല്യമാകുന്നുണ്ടോ? വരുന്നതല്ല, എന്തെങ്കിലും സംസാരിക്കുന്നതാ ശല്യം. അജഗജൻ പറയുന്നത് മിക്കതും ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല. എന്നോട് ക്ഷമിക്കൂ, അത് ഞാൻ അറിഞ്ഞില്ല. ശരു, ഇങ്ങനെ ഒരു പാവമാ, ഒന്ന് വിരട്ടി നോക്കിയാലോ? ഇങ്ങനെ ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രശ്നവും അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? നമിക്കുന്നവരോട് ക്ഷമിക്കാൻ ശ്രമിക്കാത്തവരെ ക്ഷമിക്കും വരെ ഹോമിക്കണം. ദാ കേട്ടില്ലേ, ഇത്തരം സംസാരം എത്ര നേരം കേട്ടു നിൽക്കാൻ പറ്റും? എന്നോട് ക്ഷമിക്കൂ, അജഗജനോട് ക്ഷമിക്കൂ. ഞങ്ങൾക്ക് മാത്രമല്ല, കാട്ടിൽ പലർക്കും ഇതേ പരാതിയുണ്ട്. എന്താ പ്രശ്നം? അജഗജന്റെ സംസാരത്തെ പറ്റി പറയുകയായിരുന്നു. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവാറില്ല. എനിക്കും. കേട്ടല്ലോ, കാട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ കാട്ടിലുള്ളവർക്ക് മനസ്സിലാവണം. എന്നോട് ക്ഷമിക്കൂ, ഞാൻ ശരിയാക്കാം. ഈ മൂപ്പര് ശരിക്കും പകച്ചുപോയി. താൻ ഇന്നും വന്നോ? എന്നോട് ക്ഷമിക്കൂ, അജഗജന്റെ സംസാരം ഇനി ഒരു പ്രശ്നവും ആവില്ല. അവരെ പഠിപ്പിക്കുന്ന മാഷ കാട്ടിൽ വന്ന ക്ലാസ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സ്വൈഷാധിപതികളെ പോലെ പുച്ഛിക്കുന്ന മാസ്ലേഷന്മാരെ പോലും ഇച്ഛാശക്തി കൊണ്ട് സുച്ഛന്തം മുക്തിപ്പിക്കാം. 2 ആഴ്ച ക്ലാസ്സിൽ ഇരുന്നാൽ ഇതൊക്കെ പച്ചവെള്ളം പോലെ മനസ്സിലാവും. അയ്യോ പാമ്പ്. ചേരയാടോ, വിഷമില്ല. പോ, പേടിപ്പിക്കാതെ. താൻ എന്തായി കാണിച്ചത്? എന്താ? പാമ്പുകളെ ഉപദ്രവിക്കരുതെന്ന് അറിയില്ലേ? ഉപദ്രവിച്ചതല്ല, ഉപദ്രവിച്ചതാണ്. പാമ്പുകളെ ശല്യപ്പെടുത്തുന്നത് ഭയങ്കര തെറ്റാണ്. എന്ത് തെറ്റ്? പാമ്പിനെ ചെറുതായി ശല്യപ്പെടുത്തിയെന്ന് വെച്ചാൽ യാതൊരു തെറ്റുമില്ല. പാമ്പിനെ ഉപദ്രവിക്കാൻ പാടില്ലെന്നാ എന്റെ അഭിപ്രായം. എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കും. അങ്ങനെ പറ. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ സമ്മതിക്കും. എന്നാ പിന്നെ അതൊന്ന് തീരുമാനിച്ചിട്ട് തന്നെ നമുക്കൊരു വടംവലി മത്സരം നടത്താം. ശരി, പാമ്പുകളെ ഉപദ്രവിക്കരുത് എന്ന അഭിപ്രായമുള്ളവർ ഇങ്ങോട്ട് വലിച്ചോ. ഉപദ്രവിക്കാമെന്ന അഭിപ്രായമുള്ളവർ അങ്ങോട്ട് പിടി. എന്താ പ്രശ്നം? പാമ്പിനെ ഉപദ്രവിക്കാത്തവനാണോ? എങ്കിൽ ഇവിടെ കൂടിക്കോ. പാമ്പുകളെ ഉപദ്രവിക്കുമെന്നോ? എന്നാൽ ഇവിടെ പിടി, ഞാനും ഉപദ്രവിക്കും. മത്സരമാണോ? എന്താ കാര്യം? കാര്യമൊന്നും അറിയില്ല. താൻ ഇവിടെ കൂടിക്കോ.
എനിക്കും പിടിക്കണം, പക്ഷെ വള്ളി തീർന്നു. കൂട്ടിക്കെട്ടി നീളം കൂട്ടടോ. ഹിഹിഹ, നമ്മൾ ജയിച്ചേ. പാമ്പുകളെ ഉപദ്രവിക്കരുതെന്ന് ഇപ്പോ തീരുമാനമായില്ലേ? പാമ്പുകളെ സ്നേഹിക്കുന്ന നിങ്ങൾ വലിച്ചത് കൊണ്ടാ. അയ്യോ അമ്മോ, അതാരാ കരയുന്നത്? വള്ളിക്ക് നീളം തികയാത്തത് കൊണ്ട് കൂട്ടിക്കെട്ടിയതാ. അമ്മോ. ശരു, സ്വപ്നത്തിൽ കാണുന്നതെല്ലാം നടക്കുമോ? എല്ലാം നടക്കണമെന്നില്ല സൂത്ര. അതെന്താ? ഞാൻ ഇന്നലെ ഒരു കുതിരയെ സ്വപ്നം കണ്ടു. ആ മടിയും കുതിര ഒരടി മുന്നോട്ട് നടക്കില്ല. മണ്ട, ആ നടപ്പിന്റെ കാര്യമല്ല, സ്വപ്നത്തിൽ കണ്ടത് സംഭവിക്കുമോ എന്നാ ചോദിച്ചത്. എന്റെ ഒരു അപ്പൂപ്പനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. അതിനി സംഭവിക്കാൻ സാധ്യത കുറവാ. അപ്പൂപ്പൻ ചത്തില്ലേ? എനിക്ക് ഭയങ്കര കഷ്ടകാലമാണെന്ന് അപ്പൂപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത്. ഉടനെ ആരെയെങ്കിലും സന്തോഷിപ്പിച്ചില്ലെങ്കിൽ എന്റെ തലയിൽ മരം മുളയ്ക്കുമെന്ന്. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. പേടിക്കണ്ടെന്നേ, തലയിൽ മരം മുളച്ചാൽ നമുക്കതൊന്ന് മുറിച്ചു കളയാം. അതല്ല, നമ്മൾ ആരെയും ഒന്ന് സന്തോഷിപ്പിക്കുക. പേടിയുണ്ടായിട്ടല്ല, എന്നാലും. ആ കുഞ്ഞിനെ കണ്ട കൊതി തീർന്നില്ല എനിക്കും. ആരുടെ കാര്യമാ? ആ ചെപ്പടം കരടിക്ക് ഒരു കുഞ്ഞിനെ വളർത്താൻ കിട്ടി. ശരു, ഒരാളെ സന്തോഷിപ്പിക്കാൻ ചാൻസ് ആയി. അതെ, ആ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പറഞ്ഞോ? ഏറ്റവും ഇഷ്ടം നല്ല തെളിഞ്ഞ വെള്ളം തന്നെ. അതറിഞ്ഞാ മതി. വാ ശരു, നമ്മൾ ഈ കുഞ്ഞിനെ സമ്മാനമായി ധാരാളം തെളിഞ്ഞ വെള്ളം കൊണ്ട് കൊടുക്കും. കുഞ്ഞും സന്തോഷിക്കും, ചെപ്പടനും സന്തോഷിക്കും. ചെപ്പടപ്പന്റെ കുളത്തീത്ത് തന്നെ വെള്ളമെടുക്കാം. കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമാ. ദേ, കണ്ണീരിനകത്ത് മീൻ. ചേട്ടാ, ദാ ഈ തെളിഞ്ഞ വെള്ളം ചേട്ടൻ വളർത്തുന്ന കുഞ്ഞിന് സമ്മാനം. വെള്ളമെടുത്തപ്പോൾ ഈ മീനും കിട്ടി. ദ്രോഹികളെ, ഇതാടോ ഞാൻ വളർത്തുന്ന മീൻ കുഞ്ഞ്. മീൻ കുഞ്ഞായിരുന്നോ? അപ്പൂപ്പൻ പറഞ്ഞത് കറക്റ്റ് ആവുന്നുണ്ട് സൂത്ര. ദാ തന്റെ തലയിലേക്ക് ഒരു മരം വരുന്നു. ശരിക്കടുവ അകത്തുണ്ടോ? തന്നെ ആ സൂത്ര അന്വേഷിക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു. മൂപ്പരുടെ പുറത്തു വീണ സാധനം എടുത്തു മാറ്റാനാണെന്ന്. എന്താ പുറത്തു വീണത്? കല്ലാണോ? ആർക്കറിയാം. എന്നാൽ മരമായിരിക്കും. ചെന്ന് അന്വേഷിക്കാം. അതോ മണ്ണിടിഞ്ഞ് വീണതോ? ഇത് വലിയ ശല്യമായല്ലോ. താൻ ചെല്ലുന്നുണ്ടെങ്കിൽ ചെല്ല. നല്ല ശക്തിയുള്ള ആരെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മലയിടിഞ്ഞതാവുമോ? അയ്യടാ, എവിടെയാ കിടക്കുന്നതെന്ന് ചോദിക്കാൻ മറന്നു. സൂത്രന്റെ ഗുഹയ്ക്കടുത്തായിരിക്കും. ദേ കിടക്കുന്നു അപ്പൂപ്പനാന. ഇങ്ങനെ സഹായത്തിന് വിളിക്കാം. കിളവനായെങ്കിലും ആനയല്ലേ. അമ്മാവ ഒന്ന് എഴുന്നേറ്റേ. എന്തൊരു ഉറക്കമാ ഇത്. അമ്മാവോ? ആരാ? ഹാവു, ഞാനാ ശരിക്കടുവ. എണീക്ക്. എന്തിനാ? ഒരു സാധനം എടുത്ത് പൊക്കാനാ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. എന്താ സാധനം? അതറിയില്ല. വാ പോയി നോക്കാം. അറിയില്ലെന്നോ? താനിത് എവിടെന്ന് വരുന്നടോ? ഒന്ന് എണീക്കമാവ. വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാ. വഴിയിൽ തലചുറ്റി വീണ് ഞാൻ തന്നെ വരണോടോ? എവിടെയാ സാധനം? നിങ്ങൾ ഒരു സഹായം ചെയ്യണം. 3 കുഴി ഉണ്ടാക്കി തരണം. എന്തിനാ കുഴി? ചികിത്സയ്ക്കാ. 3 രോഗികളുണ്ട്. അവരെ കഴുത്തറ്റം മണ്ണിൽ നിർത്തണം. 3 പേർക്കും നടുവേദനയാ. പകല് മുഴുവൻ മണ്ണിനടിയിൽ നിന്നാലേ മാറും. കഷണ്ടിക്കുന്നിന്റെ അടുത്ത് കുഴി ഉണ്ടാക്കി തുടങ്ങിക്കോ. രോഗികളെ അങ്ങോട്ട് വിടാം. ശരു, ചുമ്മാ കുഴി ഉണ്ടാക്കിയിട്ട് നമുക്കെന്ത് ഗുണം? ഒരു തരികിട ഒപ്പിച്ചാലോ? കഴുത്തറ്റം മൂടുന്ന കുഴിയല്ലേ വേണ്ടത്. നമ്മൾ ആ കുഴി ഇച്ചിരി കൂടി ആഴത്തിൽ കുഴിക്കുന്നു. എന്നിട്ടെന്താ? നടുവേനക്കാരെ കുഴിയിലേക്ക് ഇറക്കി കംപ്ലീറ്റ് മൂടണം. 5 മിനിറ്റ് കൊണ്ട് രോഗി ക്ലോസ്. പിന്നെ നമുക്ക് പുറത്തെടുത്ത് തട്ടാം. എനിക്കുള്ള കുഴി റെഡിയായോ? വല്ലാത്ത നടുവേദന. വേഗമാകട്ടെ. അയ്യോ, ഇവനാണോ രോഗി? ഇവനെ തിന്നാൻ പറ്റൂല. മുള്ളു പറിക്കാൻ തന്നെ 2 ദിവസം എടുക്കും. ദാ അടുത്തയാള്. നമസ്കാരം. കുഴിയിൽ ഇറങ്ങിയാട്ടെ. ഇവ പിന്നെയും തരക്കേടില്ല. 5 മിനിറ്റായി. തുറന്നാലോ? തുരപ്പനല്ലേ? തുരപ്പന് തുറന്നങ്ങ് പോയി. ഇനി ഒരുത്തനെ ബാക്കിയുള്ളൂ. ദേ 3-ാമൻ. ചതിച്ചോ?